ഈ ദേശപ്പോരിൽ NDA കളത്തിലിറങ്ങുന്നത് കൃത്യമായ കണക്കുകൂട്ടലുകളോട് കൂടിയാണ്. ആദ്യമായൊരു കോർപ്പറേഷൻ പിടിക്കുക, അതും തലസ്ഥാനം പിടിക്കുക, തിരുവനന്തപുരം പിടിക്കുക. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയ തിരുവനന്തപുരം തിരിച്ചു പിടിക്കാനാണ് NDAയുടെ പ്രധാനപ്പെട്ട ഫോക്കസ്. അതോടൊപ്പം കഴിഞ്ഞ തവണ പന്തളത്തും പാലക്കാടും 2 മുനിസിപ്പാലിറ്റികൾ മാത്രമാണ് NDAക്ക് കിട്ടിയതെങ്കിൽ കൂടുതൽ മുനിസിപ്പാലിറ്റികൾ 27ഓളം ഗ്രാമസഭാ പഞ്ചായത്തുകളാണ് കഴിഞ്ഞ തവണ NDAക്ക് കിട്ടിയതെങ്കിൽ അതിക്കുറി 50എങ്കിലും കടത്തുക. NDAയുടെ സ്വപ്നങ്ങൾ വളരെ മികച്ചതാണ്. അതിന് മികച്ച ആസൂത്രണം വേണ്ടിവരും. ആ ആസൂത്രണം കുറേ നാളുകളായി തന്നെ NDA താഴത്തെ തട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. പരമാവധി സീറ്റുകൾ പിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് NDA. തിരുവനന്തപുരത്ത് ഇനി തൃശ്ശൂർ കോർപ്പറേഷനിലും കണ്ടുവച്ചിട്ടുണ്ട്. പന്തളം, പാലക്കാട്, മാവേലിക്കര തുടങ്ങി 25 മുനിസിപ്പാലിറ്റികളിൽ പ്രതീക്ഷയുണ്ട്. എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 10% പുതുമുഖങ്ങൾ മത്സരരംഗത്തുണ്ടാകുമെന്നറിയുന്നു. VS രഞ്ജിത്ത് ചുരുങ്ങിയ പക്ഷം തലസ്ഥാനമെങ്കിലും പിടിക്കണം, കോർപ്പറേഷനെങ്കിലും പിടിക്കുക. 25ഓളം മുനിസിപ്പാലിറ്റികളിലെങ്കിലും ഒന്നാമതോ രണ്ടാമതോ എത്തുക. പഞ്ചായത്തുകളിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കുക. അതിനുള്ള അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ NDA വളരെ സജീവമാക്കിയിട്ടുണ്ട്. പ്രഖ്യാപനമുണ്ടായാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തയ്യാറാണോ NDA? ഡോക്ടർ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ഇതിനകം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. അവിടെ BDJSുമായി ചില തർക്കങ്ങളൊക്കെ ഉണ്ട് എന്നറിയുന്നു. ഇവിടെ എല്ലാ വാർഡുകളിലും BJP സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ വോട്ടിംഗ് ശതമാനം വലിയ വർധന വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വാർഡിലും ഒരു വോട്ടാണെങ്കിൽ പോലും ആ വോട്ട് നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന അർത്ഥത്തിൽ തീരെ സ്വാധീനമില്ലാത്ത ഒരു ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാത്ത വാർഡാണെങ്കിലും അവിടെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്നൊരു തീരുമാനം BJP എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും 10% സീറ്റുകൾ പുതുമുഖങ്ങൾക്ക് നൽകണം. ഇതുവരെ മത്സരിക്കാത്ത പുതുമുഖങ്ങളായിട്ടുള്ള യുവാക്കളായാലും ഏത് പ്രായക്കാരാണെങ്കിലും ഇതുവരെ മത്സരിക്കാത്ത ആളുകൾ മത്സരിക്കട്ടെ എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഫ്രഷ് ഫേസുകൾ വരട്ടെ എന്ന അർത്ഥത്തിലാണ്. അതിൽപോലെ തന്നെ തിരുവനന്തപുരം, തൃശ്ശൂർ കോർപ്പറേഷനുകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ടാണ് അവിടെ നിയന്ത്രണം നടത്തുന്നത്. തൃശ്ശൂർ കോർപ്പറേഷൻ MT രമേശാണ്. കോഴിക്കോട് കോർപ്പറേഷൻ K സുരേന്ദ്രനാണ് നിയന്ത്രിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ സംബന്ധിച്ച് ഇത്തവണ വലിയ അട്ടിമറികൾ സംഭവിക്കാനിരിക്കുന്ന, അല്ലെങ്കിൽ അവിടെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോർപ്പറേഷനാണ് BJPയെ സംബന്ധിച്ച്. അതോടൊപ്പം ഇപ്പോൾ നിലവിൽ കൈവശമുള്ള പാലക്കാടും പന്തളവും കൂടാതെ 25ഓളം മുനിസിപ്പാലിറ്റികളിൽ ഇപ്പോൾ BJP 2ാം സ്ഥാനത്തുള്ള മുനിസിപ്പാലിറ്റികളാണ്. ആ മുനിസിപ്പാലിറ്റികളിലൊക്കെ തന്നെ 1ാം സ്ഥാനത്തേക്ക് എത്തുക എന്ന് BJP ആഗ്രഹിക്കുന്നുണ്ട്. ഏകദേശം 700ഓളം പഞ്ചായത്തുകൾ പിടിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ രീതിയിൽ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ആസൂത്രിതമായ ഒരു പ്രവർത്തനം BJPയുടെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കുക. അത് K സുരേന്ദ്രൻ പ്രസിഡന്റായ കാലം മുതൽ തുടങ്ങിയതാണ്. അദ്ദേഹം ഈ വോട്ട് ചേർത്തൽ പ്രക്രിയ അത് വളരെ കാര്യക്ഷമമായി K സുരേന്ദ്രന്റെ കാലത്ത് തൊട്ട് ആസൂത്രണം ചെയ്ത് രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം കുറച്ചുകൂടി തീവ്രമായി വോട്ട് ചേർക്കൽ പ്രക്രിയ തുടങ്ങിയിരുന്നു. അതിനുശേഷം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഓരോ വാർഡിലും ഒരു 5 അംഗ കമ്മിറ്റിയെ നിയമിച്ച് ആ 5 അംഗ കമ്മിറ്റി ആളുകളോട് സ്ഥാനാർത്ഥികളായി തന്നെ പ്രവർത്തിക്കാൻ പറയുകയും അതിലൊരാളെ സ്ഥാനാർത്ഥിയാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്ന വളരെ നേരത്തെയുള്ള ആസൂത്രണ പ്രവർത്തനങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ BDJSുമായുള്ള സീറ്റ് ധാരണയിലാണ് പലയിടങ്ങളിലും തർക്കമുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദേശപ്പോരിന് റിപ്പോർട്ടറും സജ്ജമായി കഴിഞ്ഞു. റിപ്പോർട്ടറിന്റെ ബൃഹത്തായ റിപ്പോർട്ടർ നെറ്റ്വർക്ക് പ്രേക്ഷകർക്ക് അടിയൊഴുക്കുകൾ ആഴത്തിൽ ആദ്യം എത്തിക്കാൻ തയ്യാറാണ്. റിപ്പോർട്ടർ വാർത്താ സംഘം എല്ലായിടങ്ങളിൽ നിന്നും, പഞ്ചായത്തിൽ നിന്നും, മുനിസിപ്പാലിറ്റിയിൽ നിന്നും, കോർപ്പറേഷനിൽ നിന്നും, ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് ഡിവിഷനുകളിൽ നിന്നുമെല്ലാം അതിവേഗം വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. തത്സമയ വിവരങ്ങൾ ഏറ്റവും പരിചയസമ്പന്നരായ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ, അടിയൊഴുക്കുകളെക്കുറിച്ച് ഏറ്റവും കൃത്യമായ ധാരണയുള്ളവർ, പ്രാദേശിക റിപ്പോർട്ടറിന്റെ ആർമിയുടെ പിന്തുണയോടു കൂടി തന്നെ വിവരങ്ങളും ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ദേശപ്പോരിന്റെ അടിയൊഴുക്കുകൾ ആഴത്തിൽ ആദ്യം കാണാൻ റിപ്പോർട്ടറിലേക്ക് പ്രേക്ഷകർക്ക് കണ്ടം തൊട്ടിരിക്കാം.